ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ചെയ്തിരുന്നെങ്കിൽ ജഡ്ജ് ആകണമെന്ന് വക്കീലിന്റെ സ്വപ്നം നടക്കോ? ഇല്ല. വക്കീലിന്റെ സ്വപ്നം എന്റെ സ്വപ്നോ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അവനോടൊരു മാപ്പ് പറയേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണോന്ന് കരുതിയ ഞാനത് ചെയ്തത്. എനിക്കെന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. എടോ, ഇതോടെ എല്ലാ പ്രശ്നങ്ങളും കഴിയുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആ അമ്മയ്ക്ക് നമ്മളോട് തീരാത്ത പകയുണ്ട്. അവനിതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടാവും വരും. അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ അതെല്ലാം ഒരുമിച്ച് നേരിടും. അഭിവക്കീലിനെ ഭീഷണിപ്പെടുത്തിയപ്പോ തന്നെ എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടുനടന്നുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. എന്നോട് തുടക്കത്തിലെ അവനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാവില്ലായിരുന്നു. നിന്റെ പരീക്ഷ എടുത്തില്ലേ? നിനക്ക് വെറുതെ ടെൻഷൻ തരണ്ടെന്ന് കരുതി. എന്നിട്ട് ഇപ്പൊ ഞാൻ ടെൻഷനൊന്നും അനുഭവിച്ചില്ലേ? സ്റ്റേഷനിലെ സെല്ലിനകത്ത് വക്കീലിനെ കണ്ടപ്പോ എനിക്കുണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വക്കീല് ജയിലിലേക്ക് പോകുന്നവരെ പേടിക്കേണ്ട അവസ്ഥയുണ്ടായി. വക്കീലെ, നമ്മളിപ്പോ വെറും കൂട്ടുകാരല്ല. ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കണം. വക്കീലിന്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാലേ എനിക്ക് കൂടെ നിൽക്കാൻ കഴിയൂ. അബിയുടെ പേര് പറയുമ്പോഴേ നിനക്ക് പേടിയായിരുന്നല്ലോ. അതൊക്കെ കല്യാണത്തിന് മുൻപത്തെ കാര്യങ്ങളല്ലേ. ഇപ്പൊ എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഒരു ഭർത്താവില്ലേ? അതിന്റെ ധൈര്യം എനിക്ക് എന്നും ഉണ്ടാവും.